എല്ലാ പ്രിയപ്പെട്ടവർക്കും ട്രേഡർ സ്ട്രീറ്റിന്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്ന് മാർക്കറ്റ് മോർണിംഗ് തൊട്ടേ ഫ്ലാറ്റ് ഓപ്പണിംഗ് വന്നു. അതിനുശേഷം നല്ലതായിട്ട് ഹൈ മൂവ്മെന്റ് ആണ് നടത്തിയത്. ഇതിനകത്ത് നമ്മൾ ശ്രദ്ധിച്ചാൽ വൺ സൈഡ് മൂവ്മെന്റ് ആണ് തരുന്നത്. വൺ സൈഡ് മൂവ്മെന്റ് അപ്പിൽ പോയി. ഇന്ന് നിഫ്റ്റിയുടെ എക്സ്പീരി ആയിരുന്നു, മന്ത്ലി എക്സ്പീരി ആയതുകൊണ്ട് ഹെവി മൂവ്മെന്റ് ആയിരുന്നു. പക്ഷെങ്കിൽ നാളെ ഇതുപോലൊരു മൂവ്മെന്റ് നിഫ്റ്റിയിൽ പ്രതീക്ഷിക്കരുത്. നാളെ ഹൈ അടിക്കുക, R1 റേഞ്ച് വന്നാൽ ഉറപ്പായിട്ടും കുറച്ച് താഴോട്ടിറങ്ങാനാണ് ചാൻസ് കൂടുതൽ. അപ്പോൾ അത് പ്രത്യേകം ശ്രദ്ധിക്കുക. ബാങ്ക് നിഫ്റ്റിയും സെയിം അതുപോലെ തന്നെ ഫുൾ അപ്പ് ട്രെൻഡിലായിരുന്നു. ഹെവി മൂവ്മെന്റ് ലാസ്റ്റ് ടൈമിലോട്ട് അപ്പിൽ പോയിട്ടുണ്ട്. നാളെ ഇതും ഈ പ്രീവിയസ് ഡേ ഹൈ, അതായത് ഇന്നത്തെ ഹൈ അടിച്ചതിന് ശേഷം തിരിച്ച് കുറച്ച് ഇറങ്ങാൻ ചാൻസ് ഉണ്ട്. ശ്രദ്ധിക്കുക. മാർക്കറ്റ് ഏത് സമയത്തും ഞാൻ പറഞ്ഞല്ലോ, 26,200 റേഞ്ച് ജസ്റ്റ് മുകളിലാണ് ക്ലോസിങ്. പക്ഷെ ഈ റേഞ്ചിൽ നിന്നൊരു സെല്ലിങ് മാർക്കറ്റിൽ വരും. അപ്പോൾ എല്ലാവരും സൂക്ഷിച്ച് വേണം ട്രേഡുകളൊക്കെ എടുക്കാൻ വേണ്ടി. ഓക്കെ, അപ്പോൾ നമ്മൾ കഴിഞ്ഞ ദിവസം നമ്മൾ എടുത്തു വെച്ചിരുന്ന ഷെയറുകളാണ് ഈ വീഡിയോ കാണുന്നത്. 17 ഷെയർ എടുത്തിട്ടുണ്ടായിരുന്നു. ഇതിനകത്ത് കുറേ ഷെയറുകൾ നമുക്ക് നല്ല ചാൻസുകൾ തന്നിട്ടുണ്ടായിരുന്നു. ഇപ്പോൾ ന്യൂസിലെ 5 സ്റ്റാർ, ടാറ്റ കമ്മ്യൂണിക്കേഷന്, മഹീന്ദ്ര സൺഫ്ലാഗ്, ഹെഗൊക്കെ ഈ ആവറേജ് നല്ല സൂപ്പർ ചാൻസ് ആയിരുന്നു. എക്ലറക്സ് ഈ ആവറേജ് അടിപൊളി ചാൻസ് തന്നിരുന്നേ. പിന്നെ JCHS ഷെയർ, പിന്നെ സരിഗമ ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു. ഈ ലെവലിൽ താഴെ ഇറങ്ങിയിട്ട് ഈ ലെവലിൽ കയറുക, അതല്ല ഒരു സെല്ലിങ് വന്ന് ഓപ്പണിംഗ് സെല്ലിങ് വന്ന് ഈ റേഞ്ച് വന്നിട്ട് കയറുവാണെങ്കിൽ ഈ റേഞ്ചിൽ നിന്ന് എടുക്കാമെന്ന്. അത് കറക്റ്റ് 590.35 ആണെന്ന് തോന്നുന്നു. ആ ഓപ്പണിങ്ങിൽ അടിച്ചിട്ട് നേരെ കയറി 605 വരെ വന്നു. പക്ഷെങ്കിൽ ഒരു ഹെവി മൂവ്മെന്റ് 15 രൂപ തന്നെങ്കിലും അതിലും നല്ലൊരു ഹെവി മൂവ്മെന്റ് ഞാൻ പ്രതീക്ഷിച്ചിരുന്നു. പക്ഷെ അത് കിട്ടിയില്ല. പക്ഷെ തിരിച്ച് വീണ്ടും 594, 593 വന്നിട്ട് വീണ്ടും തിരിച്ചു പോയിട്ട് 608 വരെ പോയി. 2 പ്രാവശ്യം ചാൻസ് അതിനകത്ത് തന്നു. നമുക്ക് ഒരു 4-5 ഷെയർ, ഇത് മാത്രമേ ഉള്ളൂ ബൈങ് ചെയ്യാൻ പറഞ്ഞിരുന്നത്. ബാക്കി ഷെയറുകളെല്ലാം ഞാൻ ലെവലുകൾ സെല്ലിങ് ആണ് പറഞ്ഞത്. 3-4 ഷെയർ നമുക്ക് നോക്കാം. നമുക്ക് ഇപ്പം ആവറേജ് തന്ന ഷെയർ നോക്കാം. എക്ലറക്സും ഹെഗും. എക്ലറക്സിന്റെ 2982, ഇത് 3000 മുകളിൽ പോയിട്ട് തിരിച്ചിറങ്ങുവാണെങ്കിൽ ചാൻസ് എടുക്കാം. ഈ ലെവൽ തട്ടുവാണെങ്കിൽ ചാൻസ് എടുക്കാന്ന് പറഞ്ഞാൽ 2982 താഴെ നമുക്ക് നോക്കാം. DB കോർപ്പ് എങ്ങനെയായിരുന്നു? DB അല്ല, എക്ലറക്സ്. ഇത് കണ്ടില്ലേ, ഇവിടെ 73, 83 ഇവിടെയൊക്കെ വന്നിട്ട് തിരിച്ച് 34 വരുന്നുണ്ട്. പിന്നെ ഒരു പ്രാവശ്യം തിരിച്ച് 3000 മുകളിൽ പോയി. അതിനുശേഷം തിരിച്ച് 2980 താഴോട്ട് വന്നു കഴിഞ്ഞപ്പോൾ 2914, 10, ഏകദേശം 70 രൂപയ്ക്ക് അടുത്ത് പ്രോഫിറ്റ് അതിനകത്ത് കൊടുത്തിട്ടുണ്ടായിരുന്നു. അതുപോലെ ഹെഗിനകത്തും അതുപോലെ ആവറേജ് മുകളിൽ കയറിയതിനു ശേഷം ഇത് ഹൈ 2492 വരെ പോയി. ഇതിൻ്റെ ആവറേജ് എന്ന് പറയുന്നത് ഹെഗിൻ്റെ 2480 ആണ്. അപ്പോൾ 2480 തട്ടി താഴോട്ട് ഇറങ്ങുമ്പോൾ ഇവിടെ 2480 ഇവിടുന്ന് പോയിട്ടത് 2399, അതായത് 80 രൂപയ്ക്ക് മുകളിൽ പ്രോഫിറ്റ് ആ ഷെയർ കൊടുത്തിട്ടുണ്ട്. പിന്നെ നമുക്ക് നല്ല ചാൻസ് വന്നത് ടാറ്റ കമ്മ്യൂണിക്കേഷൻ ആണ്. ടാറ്റ കമ്മ്യൂണിക്കേഷൻ വന്നിട്ട് ഓപ്പണിംഗ് തന്നില്ല. ഇവിടെയാണ് നമുക്ക് ചാൻസ് വരുന്നത്. നമുക്ക് ഇവിടെ കുറേ നേരം പ്രീവിയസ് ഡേ ഹൈയുടെ മുകളിൽ പ്രീവിയസ് ഡേ ഹൈ ക്രോസ് ചെയ്ത് താഴെ നമ്മളിവിടെ സെല്ല് ചെയ്ത 2133 നമുക്ക് 2120. ഹെവി മൂവ്മെന്റ് എന്ന് പറയാൻ പറ്റത്തില്ല. ഒരു 10-12 രൂപ. ഇത്രയും വലിയ ഷെയറിനകത്ത് 10 രൂപ എന്ന് പറയുന്നത് ഒന്നുമില്ല. ഇപ്പോൾ ചെറിയൊരു പ്രോഫിറ്റ് അതിനകത്ത് കൊടുക്കുന്നുണ്ട്. അതിനുശേഷം നോസിൽ എന്ന് പറയുന്ന ഷെയർ ഓപ്പണിങ്ങിൽ പ്രീവിയസ് ഡേ ഹൈ അടിച്ചു, മുകളിൽ പോയി. വലിയ ഗ്രാഫ് വലുതാക്കുമ്പോൾ കാണാൻ പറ്റും. പ്രീവിയസ് ഡേ ഹൈയുടെ മുകളിൽ പോയി R1 പോകാതെ തിരിച്ചിറങ്ങിയപ്പോൾ നമ്മൾ ഇവിടെ എൻട്രി എടുത്തു. 285 എൻട്രി എടുത്താൽ
276 സംതിങ് 9 രൂപയ്ക്ക് അടുത്ത് പ്രോഫിറ്റ് അത് കൊടുക്കുന്നുണ്ട്. അതുപോലെ JCHAC എന്ന് പറയുന്ന ഷെയർ, JCHAC ജോൺസൺ ഹിറ്റാച്ചിക്കകത്ത് നമുക്ക് ഡൗൺ ഓപ്പണിംഗ് വന്നു, പ്രീവിയസ് ഡേ ഹൈ അടിച്ചു, R1 അടിച്ചു, R2 അടുത്ത് വരെ വന്നിട്ട് ഇറങ്ങിപ്പോയി. ഇപ്പം ഞാനെപ്പോഴും പറയുന്നത് എക്സ്പീരിയൻസ്ഡ് ആയിട്ടുള്ള ഒരാൾക്കാരാണ് ഈ റേഞ്ച് ഏകദേശം മനസ്സിലാവും. ഇവിടുന്ന് താഴെ വരാൻ ചാൻസ് എന്ന് പറഞ്ഞാൽ ഇത് വൺ സൈഡ് മൂവ്മെൻ്റ് ആണ്, ആവറേജ് ചിലപ്പോൾ ഒത്തിരി താഴെ ആയിരിക്കും. അപ്പോൾ നമ്മൾ പറയുന്ന രീതി ചെയ്യുന്നവരാണെങ്കിൽ ഇവിടെ കട്ട് ചെയ്തിറങ്ങുവാണെന്നെങ്കിലാണ് എടുക്കേണ്ടത്. പക്ഷേ ഈ കാര്യങ്ങളെല്ലാം പഠിച്ചു കഴിഞ്ഞാൽ നമുക്ക് ഈ റേഞ്ചിലും എടുക്കാൻ പറ്റും, ചെറിയൊരു സ്റ്റോപ്പ് ലോസ് മുന്നോട്ട് വെച്ചു. പക്ഷേ നമ്മൾ ഇവിടെ എടുക്കുന്നത് 2277 എടുത്താൽ നമുക്ക് 2201, അതായത് 75-76 രൂപ പ്രോഫിറ്റ്, സൂപ്പർ പ്രോഫിറ്റ് അവിടെ കൊടുക്കുന്നുണ്ട്. ആ ലെവല് കട്ട് ചെയ്യുന്ന സമയത്ത് എൻട്രി എടുക്കുക. അതിനുശേഷം മെഡിക്കെയിം എന്ന് പറയുന്ന ഷെയർ ഇത് ഓപ്പണിങ്ങിൽ അത് ജസ്റ്റ് ടച്ച് ചെയ്ത് ഇറങ്ങി. ഇവിടെ 538 എൻട്രി എടുത്താൽ 38-37 റേഞ്ച് എൻട്രി എടുത്താൽ നമുക്ക് 502 വരെ വരുന്നുണ്ട്, 35-36 രൂപ പ്രോഫിറ്റ് വരുന്നുണ്ട്. ലാസ്റ്റ് ലെവൽ അത് കയറിപ്പോയി. നമുക്ക് പക്ഷേ ഇവിടെ ഹെവി പ്രോഫിറ്റ് അവിടെ കിട്ടുന്നത്. നമ്മൾ ചെയ്യുന്ന രീതി തന്നെ ഷോർട്ട് സെല്ലിംഗ് ആണ്. CPR സ്ട്രാറ്റജി വെച്ചിട്ടുള്ള അതിൻ്റെ വീഡിയോ ഇതിൻ്റെ ഡിസ്ക്രിപ്ഷനുണ്ട്. പുതുതായിട്ട് വരുന്നവർ അത് കണ്ടിട്ട് കാര്യങ്ങൾ മനസ്സിലാക്കിയതിന് ശേഷം മാത്രം ട്രേഡ് എടുക്കുക. ഓക്കെ, അപ്പോൾ ഇനി നമുക്ക് നാളത്തേനുള്ള ഷെയർ നോക്കാം. നാളത്തെ നമ്മൾ 23 ഷെയറാണ് എടുത്തിട്ടുള്ളത്. 23 ഷെയറിൽ ഈ പ്രിസം ജോൺസ് എന്ന് പറയുന്ന ഷെയർ നല്ല വീക്ക്നെസ് ആണ് ഇന്ന് കാണിച്ച ഷെയറിനകത്ത്, ഹൈ റേഞ്ച് ചെയ്യുന്നത്. എന്നാലും നാളെ ഈ ഷെയർ ഈ ലെവൽ 221 മുകളിൽ പോയിട്ട് ഇറങ്ങുവാണെങ്കിൽ 221 അല്ല 226. പക്ഷേ ഇന്നത്തെ ആ മൂവ്മെന്റ് നോക്കിയിട്ട് എനിക്ക് തോന്നുന്നു ഈ റേഞ്ചിന് മുകളിൽ വന്നിട്ട് തിരിച്ചിറങ്ങാനാണ് ചാൻസ് കൂടുതൽ. അങ്ങനെ ഇറങ്ങുവാണെങ്കിൽ നമുക്കൊരു 5-6 രൂപ നല്ല പ്രോഫിറ്റ് അവിടെ പ്രതീക്ഷിക്കാം. റെയിൻബോ എന്ന് പറയുന്ന ഷെയർ ഇതിൻ്റെ ആവറേജ് കണ്ടില്ലേ 230. അതുപോലെ ഇത് 1466. ഈ റെയിൻബോ എന്ന് പറയുന്ന ഷെയർ ഓപ്പണിങ്ങിൽ ഈ 1466 മുകളിൽ പോയതിന് ശേഷം ഇറങ്ങുവാണെങ്കിൽ നമുക്ക് നല്ലൊരു താഴോട്ട് വീണ്ടും ഒരു 10-30 രൂപയൊക്കെ താഴോട്ട് ഇറങ്ങാൻ ചാൻസ് കൂടുതലുണ്ട്. അതുപോലെ ന്യൂജൻ ഹെവി ആയിട്ട് അപ്പടിച്ചതിന് ശേഷം ഹെവി ആയിട്ട് ഇറങ്ങിപ്പോയി. ഇതും നാളെ ഓപ്പണിങ് ചിലപ്പോൾ ഒരു പെട്ടെന്നൊരു മൂവ്മെൻറ്റ് വന്ന് ഇത് കണ്ടില്ലേ, ആവറേജ് പ്രൈസ് 1525, അപ്പർ TC എന്ന് പറയുന്നത് 1525. ഇവിടെ TC ഇതെടുക്കാൻ കാരണം ഈ ചില സമയം നമുക്ക് എടുക്കേണ്ട ഈ ലെവലാണ്. പക്ഷേ ഈ ലെവലിലും BC നോക്കുമ്പം BC ആണ് വരുന്നതെങ്കിൽ ഈ BC എന്ന് പറയുന്ന സാധനം നമ്മൾ TC ആയിട്ട് എടുക്കണം. ഓക്കെ, അപ്പോൾ നാളെ ഈ രണ്ട് ലെവൽ 1525, 27 ഈ രണ്ട് ലെവലിൻ്റെ മുകളിൽ പോയതിന് ശേഷം ഈ ഷെയർ ഇറങ്ങിയെങ്കിൽ നല്ല രീതി വീണ്ടും ഇറങ്ങാൻ ചാൻസ് കൂടുതലാണ്. അതുപോലെ ബ്ലൂ സ്റ്റാർ കോർപ്പറേഷൻ 2020 ആവറേജിലാണ് ക്ലോസിങ്. ചിലപ്പോൾ ഈ ഓപ്പണിങ്ങിൽ ഒരു ഹെവി മൂവ്മെൻറ്റ് ഇതിനകത്തും കിട്ടാം. ഈ R1 ഹൈ ഈ രണ്ട് റേഞ്ചിന് മുകളിൽ പോയിട്ട് ഇറങ്ങാം. ഈ റേഞ്ചിന് മുകളിൽ പോയിട്ട് ഇറങ്ങുമ്പോൾ ഇവിടെ എടുക്കാം. പക്ഷേങ്കിൽ ഈ ലെവലിലൂടെ പോയി കഴിഞ്ഞാൽ പ്രോഫിറ്റ് കൂടുതൽ കിട്ടാൻ വേണ്ടി നമുക്ക് വെയിറ്റ് ചെയ്യാൻ പറ്റും ഈ ഷെയറിനകത്ത്. അതുപോലെ സ്വാൻ എനർജി, അതുപോലെ എല്ലാം ആവറേജിലുള്ള കളിയാണ്. സ്വാൻ എനർജി ആവറേജിന് മുകളിൽ പോയിട്ട് ഇറങ്ങുന്നുണ്ട്, നമുക്ക് ഒരു പ്രാവശ്യം ഒരു ചാൻസ് എടുക്കാം. അതല്ല ഈ ഷെയർ വന്നിട്ട് താഴെ ഓപ്പണിംഗ് ആണ് പോകുന്നതെങ്കിൽ, ഇപ്പോൾ ഡൗൺ ഓപ്പണിങ് വരുവാണെങ്കിൽ നമ്മൾ ഈ ഡൗൺ ഓപ്പണിങ് പോയതിന് ശേഷം ഈ 596 മുകളിലോട്ട് വരുവാണെങ്കിൽ നമുക്കൊരു ബൈങ് ചാൻസ് എടുക്കാം. കുഴപ്പമില്ല, അതിനകത്ത് അത്ര സ്ട്രോങ് ആയിരിക്കണം എന്നില്ല, പക്ഷേ ചെറിയ പ്രോഫിറ്റ് കിട്ടും. ഇലക്ട്രോൺ എഞ്ചിനീയറിങ് ഹൈ എന്നോ R1 എന്നോ ഇറങ്ങുവാണെങ്കിൽ ഏതിൽ ഒരു പെട്ടെന്ന് വന്നിറങ്ങുന്നത്, ഇപ്പോൾ R1 വന്നിറങ്ങുവാണെങ്കിൽ ഇച്ചിരി നല്ലത്, നമുക്ക് ഇച്ചിരി നല്ലൊരു പ്രോഫിറ്റ് പ്രതീക്ഷിക്കാം. ടിപ്സ് വിലിയം 697, ഇതും ആവറേജിന് താഴെയാണ്. ഈ ആവറേജിന് മുകളിൽ പോയിട്ട് ഇറങ്ങുക വീക്ക് മൂവ്മെൻറ്റും ആവറേജിന് മുകളിലോട്ട് പോകാൻ പ്രയാസപ്പെടുക. ഈ റേഞ്ചിൽ എങ്ങനെ പെട്ടെന്നൊന്ന് പോയിട്ട് ഇറങ്ങുവാണെങ്കിൽ നമുക്ക് ഇവിടുന്ന് ചാൻസ് എടുക്കാം. ഗോപാൽ ഹൈയോ R1 പോയിട്ട് ഇറങ്ങുമ്പോൾ നമുക്ക് ചാൻസ് എടുക്കാൻ കുഴപ്പമില്ല. റെഫെക്സ് ASM ലിസ്റ്റിലാണ്, എല്ലാവർക്കും അത് കിട്ടുമോയെന്നറിയില്ല, എന്നാലും
ഈ R1 റേഞ്ചിൽ നിന്ന് ഇറങ്ങുന്ന കണ്ട ചിലപ്പോൾ നല്ല രീതിയിൽ ഇറങ്ങും. എന്റർടൈൻമെന്റ് നെറ്റ്വർക്ക് ഇന്ത്യ ലിമിറ്റഡ് എന്ന് ഈ ഷെയറും ഈ R1 R2 റേഞ്ചിൽ നിന്ന് കിട്ടുവാണെങ്കിൽ നല്ല ഒരു പ്രോഫിറ്റ് പ്രതീക്ഷിക്കാം. R1 ഒക്കെ ആണെങ്കിൽ നമുക്ക് പ്രോഫിറ്റ് കിട്ടും, 2-3 രൂപ, ചിലപ്പോൾ 5 രൂപയൊക്കെ കിട്ടാം. REPL R1 പ്രീവിയസ് ഡേ ഹൈ, ഇത് ഏകദേശം അടുത്തടുത്ത്. ഈ R1 പോയിട്ട് ഇറങ്ങുവാണെങ്കിൽ ചാൻസ് എടുക്കാൻ കുഴപ്പമില്ല. മുക്ത ആർട്സ് ആവറേജ് 112.68, ഇതിൻ്റെ ഹൈയും R1ഉം ഒരേ റേഞ്ച്, ഏകദേശം ഒരേ റേഞ്ച്. ഈ 2 റേഞ്ച് വന്നിട്ട് ഇറങ്ങുവാണെങ്കിൽ, അത് ഈ R2 വന്നിട്ട് ഇറങ്ങുവാണെങ്കിൽ നല്ല ചാൻസ് ആയിരിക്കും. അതുപോലെ ഈ ഡയമണ്ട് വൈഡീസ് വന്ന ഈ ഷെയർ ഓപ്പണിങ്ങിൽ എനിക്ക് തോന്നുന്നു ഈ R1 അടിക്കും. R1 പോയിട്ട് ഇറങ്ങുവാണെങ്കിൽ നല്ലൊരു ചാൻസ് പ്രതീക്ഷിക്കുക ഈ ഷെയറിനകത്ത്. അപ്പോൾ എല്ലാ ഷെയറും ഇതുപോലെ തന്നെ പ്രീവിയസ് ഡേ ഹൈ R1 R2. പിന്നെ ചില ഷെയറിനകത്ത് R2 റേഞ്ചിൽ നിന്ന് നല്ലൊരു ചാൻസ് കിട്ടാൻ സാധ്യതയുണ്ട്, ഞാനിപ്പോൾ പറഞ്ഞതുപോലെ. അപ്പോൾ ആ ഷെയറുകളൊക്കെ ശ്രദ്ധിച്ചിട്ട് ആ ഷെയറിൻ്റെ ലെവലുകൾ വന്നിറങ്ങുമ്പോൾ ഇറങ്ങുന്ന സമയത്ത് എൻട്രി എടുക്കുക, അല്ലാതെ മേപ്പോട്ട് പോയിക്കൊണ്ടിരിക്കുമ്പോൾ എൻട്രി എടുക്കരുത്. താഴെ ഇറങ്ങുന്ന സമയത്ത് എൻട്രി എടുക്കുക, നേരത്തെ ഹൈയുടെ മുകളിൽ സ്റ്റോപ്പ് ലോസ് വെക്കുക. ഓക്കെ, അപ്പോൾ എല്ലാവർക്കും നാളെ നല്ലൊരു പ്രോഫിറ്റബിൾ ഡേ ആയിരിക്കട്ടെ എന്ന് ആശംസിക്കുന്നു. ബൈ. ലെവലിൽ നിന്ന് മേപ്പോട്ട് കയറാൻ